ഹണി റോസിനെ ലൈംഗികമായി അധിക്ഷേപിച്ച കേസിൽ ബോബി ചെമ്മണ്ണൂർ ഇന്ന് ജാമ്യാപേക്ഷ നൽകും. ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകാനാണ് ബോബി ചെമ്മണ്ണൂരിന്റെ നീക്കം. ഇന്നു തന്നെ ജാമ്യ ഹർജി പരിഗണിക്കാൻ ആവശ്യപ്പെടും. റിമാൻഡിലായ ബോബി കാക്കനാട് ജയിലിൽ തുടരുകയാണ്. ശ്യാം ദേവരാജ് നൽകും കൂടുതൽ വിവരങ്ങൾ. ശ്യാം ദേവരാജ്, ഗുഡ് മോർണിംഗ് ശ്യാം. ഇന്നലെ മജിസ്ട്രേറ്റ് കോടതി ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. അത് ബോബി ചെമ്മണ്ണൂരിന് വലിയ തിരിച്ചടിയായി. ഇന്നിപ്പോൾ സെഷൻസ് കോടതിയിലൊക്കെ കൊടുക്കാൻ പോയാലും അത് തിങ്കളാഴ്ച കഴിഞ്ഞേ എടുക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ശനിയും ഞായറും കൂടി ജയിലിൽ കഴിയേണ്ടി വരും. തിങ്കളാഴ്ച തന്നെ എടുക്കുമെന്ന് ഉറപ്പില്ല. അങ്ങനെ വന്നാൽ ഒരു 4-5 ദിവസം ജയിലിൽ കഴിയേണ്ട സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയാണോ ഹൈക്കോടതിയിലേക്ക് പോകുന്നത്? ഡോക്ടർ അരുൺകുമാർ, വെരി ഗുഡ് മോർണിംഗ്. അത്തരമൊരു സാഹചര്യം ഒഴിവാക്കാൻ, അതായത് അധിക ദിവസം ജയിലിൽ കിടക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണ് ബോബി ചെമ്മണ്ണൂരിൻ്റെ അഭിഭാഷകർ ഇന്ന് ഹൈക്കോടതിയെ സമീപിക്കാനുള്ള ശ്രമം നടത്തുന്നത്. ഈ അല്പസമയത്തിനുള്ളിൽ തന്നെ ബോബി ചെമ്മണ്ണൂരിൻ്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ നൽകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് ഇന്ന് നൽകിയാൽ അഭിഭാഷകനായ ബി രാമൻപിള്ള ഉച്ചയ്ക്ക് 1:45 ഹൈക്കോടതിയിൽ ഇത് വരുന്ന മുൻകൂർ ജാമ്യാപേക്ഷകൾ പരിഗണിക്കുന്ന ബെഞ്ചിൽ ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന് മുന്നിൽ ഈ വിഷയം ഉന്നയിക്കും. അങ്ങനെ ഉന്നയിച്ചാൽ തന്നെ അതിൻ്റെ അടുത്ത നടപടിക്രമമെന്നത് പോലീസിനോട് റിപ്പോർട്ട് തേടുക എന്നതാണ്. അങ്ങനെ പോലീസിനോട് റിപ്പോർട്ട് തേടിയതിനു ശേഷം മാത്രമേ ഹൈക്കോടതി ഈ ജയിലിൽ കഴിയുന്ന, റിമാൻഡിൽ കഴിയുന്ന ബോബി ചെമ്മണ്ണൂരിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ഏറ്റവും കുറഞ്ഞത് തിങ്കളാഴ്ചത്തേക്കായിരിക്കാം മാറ്റുന്നത് കോടതിയുടെ തീരുമാനമാണ്. ഇന്ന് വെള്ളിയാഴ്ച, അടുത്ത 2 ദിവസങ്ങളിൽ രണ്ടാം ശനിയാഴ്ചയും ഞായറാഴ്ചയും ഹൈക്കോടതി അവധിയാണ്. അതുകൊണ്ട് തന്നെ ഈ അവധി ദിവസങ്ങൾക്ക് ശേഷം ഏറ്റവും അടുത്ത ദിവസം ബോബി ചെമ്മണ്ണൂരിൻ്റെ കാര്യത്തിലുള്ള മറുപടി തേടുക എന്നതാണ് ഹൈക്കോടതി ചെയ്യാനുള്ളത്. അല്ലെങ്കിൽ ഹൈക്കോടതി അങ്ങനെ ചെയ്യുമെന്നാണ് നമ്മൾ കരുതുകയും ചെയ്യുന്നത്. എന്തായാലും ബി രാമൻപിള്ള ഇന്ന് ഉച്ചയ്ക്ക് 1:45 ഈ ഹൈക്കോടതിയുടെ ഈ ബെഞ്ചിന് മുന്നിൽ വിഷയം ഉന്നയിക്കും, ജാമ്യാപേക്ഷ ഉന്നയിക്കും. പ്രത്യേകിച്ചും പറയുന്ന കാരണം, കഴിഞ്ഞ ദിവസം ജാമ്യാപേക്ഷ മജിസ്ട്രേറ്റ് കോടതി തള്ളിയിരുന്നു. മജിസ്ട്രേറ്റ് കോടതി തള്ളിയ ജാമ്യാപേക്ഷയിൽ പ്രോസിക്യൂഷന്റെ വാദങ്ങൾ അതേപടി അംഗീകരിക്കുകയാണ് ചെയ്തത്. ഇതിൽ ഇത്തരമൊരു ഉദ്ദേശത്തോടു കൂടിയല്ല, അതായത് ഭാരതീയ ന്യായ സംഹിതയുടെ 75(1)(1), 75(1)(4) ഈ 2 വകുപ്പുകളാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ഇതിലൊന്ന് അശ്ലീല പരാമർശം നടത്തിയെന്നതും ലൈംഗിക ചുവയോടെ സ്പർശിച്ചു, അല്ലെങ്കിൽ അത്തരമൊരു ഉദ്ദേശത്തോടെ സ്പർശിച്ചു എന്ന കാര്യവുമാണ്. ഇത് പക്ഷേ അത്തരമൊരു ഉദ്ദേശമില്ലായിരുന്നു. അതൊരു ആൾക്കൂട്ടത്തിന് നടുവിൽ നിന്ന് ആ രീതിയിൽ ചെയ്തത് ഒരു സന്തോഷത്തിൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ അത്തരമൊരു ഉദ്ദേശത്തോടു കൂടിയല്ല, മോശം ഉദ്ദേശത്തോടു കൂടിയല്ല എന്ന കാര്യമാണ് അഭിഭാഷകൻ ഇന്ന് പറയാനിരിക്കുന്നത്. അല്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂരിൻ്റെ ജാമ്യാപേക്ഷയിലെ പ്രധാനപ്പെട്ട വാദവും അതാണ്. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് 1:45 ഈ ജാമ്യാപേക്ഷ ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരിക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ പോലീസിനോട് റിപ്പോർട്ട് തേടുകയായിരിക്കും ചെയ്യുക. റിപ്പോർട്ട് തേടിയാൽ തന്നെ അത് ഒരുപക്ഷെ തിങ്കളാഴ്ചയായിരിക്കും അതിന് മറുപടി ലഭിക്കുകയും ചെയ്യുക. ഇന്ന് അസാധാരണമായ മറ്റെന്തെങ്കിലും ഉണ്ടാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. ഓക്കെ, താങ്ക് യു. ശ്യാം പറഞ്ഞതിൽ നിന്ന് മനസ്സിലാവുന്നത് ഹാപ്പി വീക്കെൻഡ് ജയിലിലായിരിക്കും ബോബി ചെമ്മണ്ണൂരിന് എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. ശനിയും ഞായറുമെങ്കിലും ജയിലിൽ തന്നെ, കാക്കനാട് ജില്ലാ ജയിലിൽ തന്നെ ബോബി ചെമ്മണ്ണൂരിന് കഴിയാം എന്നുള്ളതാണ്. അവിടെ ബോബി ചെമ്മണ്ണൂർ കഴിയുന്നത് റിമാൻഡ് തടവുകാർക്കൊപ്പമാണ്. ഒരു മുറിയിൽ ഒറ്റയ്ക്കല്ല, അവിടെ ബാക്കിയുള്ള റിമാൻഡ് തടവുകാരൊക്കെ ഉണ്ടാവും. അവരോടൊപ്പമായിരിക്കും ബോബി ചെമ്മണ്ണൂർ കഴിയുക. വല്ല കാര്യം ഉണ്ടായിരുന്നു അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു പരിപാടിക്ക് ക്ഷണിച്ചാൽ വളരെ മാന്യമായിട്ട് അതിഥിയെ ട്രീറ്റ് ചെയ്ത് വിടുക എന്നതിനും അപ്പുറത്തേക്ക് ദ്വയാർത്ഥ പ്രയോഗം നടത്തുക, അവരെ ആ രീതിയിൽ വഷളത്തരം പറഞ്ഞ് അധിക്ഷേപിക്കാൻ ശ്രമിക്കുക, അതവർ പരാതി കൊടുക്കുന്നതിന് മുമ്പ് പറഞ്ഞു കഴിഞ്ഞിട്ടും വീണ്ടും മറ്റു മാധ്യമങ്ങളിൽ പോയിരുന്ന് സമാനമായിട്ടുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങളൊക്കെ നടത്തുക. എന്തായാലും വളരെ മോശമായി പോയി. 2 ദിവസം ജയിലിൽ കിടക്കട്ടെ. അത് കഴിഞ്ഞിട്ട് വരുമ്പോൾ ഒരുപക്ഷേ കോടതി എന്താണ് തീരുമാനമെടുക്കുന്നതെന്ന് അറിയാം എന്ന നിലപാടിലാണ് ഇപ്പോൾ എല്ലാവരും. നമുക്ക് കാത്തിരിക്കാം. ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് മെൻഷൻ ചെയ്താലും തീരുമാനം ഉണ്ടാകുമോ എന്നുള്ള കാര്യം ഉറപ്പില്ല. കാര്യം പോലീസിനോട് റിപ്പോർട്ട് തരണം. തിങ്കളാഴ്ചത്തേക്ക് മാറ്റിവെക്കാനാണ് സാധ്യത കൂടുതൽ.